ഹായ് ഓൾ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് പൂരി. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. പക്ഷേ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ആ പൂരി കഴിക്കാൻ ഒരു പേടി ഉണ്ടാകുന്നത്. ജീവിതശൈലി രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ച് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ കൂടി നിൽക്കുന്നവർക്ക് പൂരി തിന്നാൻ അവർക്ക് ആഗ്രഹം കാണും. എങ്കിലും ഇത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് അവർക്കത് കഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇന്ന് എണ്ണയില്ലാതെ എങ്ങനെ നമുക്ക് പൂരി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കാണുന്നതിന് മുമ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ധാരാളം പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് ആൾക്കാർ ഈ എണ്ണയില്ലാതെ ഈ പൂരി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോകാം. പൂരി പരത്തുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് എല്ലാവർക്കും അറിയാം പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇനി ഞാൻ കുറച്ച് വെള്ളം നല്ലതുപോലെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെട്ടി തിളച്ച് വന്നപ്പോഴത്തേന് ആ ഒരു പരത്തി വെച്ചിരിക്കുന്ന പൂരി എടുത്ത് ആ വെള്ളത്തിലോട്ടിട്ടു. വെള്ളത്തിലിട്ട് ആ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് ഈ പൂരി വരും, ഒന്ന് പൊന്തി വരും. ആ സമയത്ത് നമ്മൾ അതിനെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിടണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച ആ വെള്ളത്തിൽ കിടന്നൊന്ന് വേകണം. എന്നിട്ടിത് ഒരു 2-3 മിനിറ്റ്സ് മതിയാവും. ഇതിനെ കോരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെക്കുക. അങ്ങനെ എല്ലാ പൂരിയും ഞാൻ പാത്രത്തിലേക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ പൂരി എടുത്തിട്ട് എയർ ഫ്രയറിൽ നമുക്ക് 195 ഡിഗ്രിയിൽ 5 മിനിറ്റ് നമുക്ക് ഇത് കൊണ്ട് റെഡിയായി കിട്ടും. ഇത് ചെറിയൊരു എയർ ഫ്രയർ ആയതുകൊണ്ട് എനിക്ക് ഒരെണ്ണമാണ് വെച്ചിട്ടെടുക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടെ വലിയ ട്രേ ഉള്ള എയർ ഫ്രയറിൽ നമുക്ക് 3-4 എണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റും. അന്നേരം എളുപ്പം നമുക്കിത് മാറ്റി എടുക്കാൻ പറ്റും. നോക്കിക്കേ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പൂരി അടിപൊളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട്. ഇനി നമുക്കതൊരു കാസറോളിലോട്ട് മാറ്റാം. ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.